എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷനാണ്. മാർക്കോ സിനിമയുടെ സെൻസർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെട്ടും തിരുത്തും ഒക്കെ നടന്നിട്ടുണ്ട്. സിനിമ തന്നെ വെട്ടും കുത്തുവാണല്ലോ, അപ്പോൾ ഇതിലും കുറച്ച് വെട്ടും കുത്തൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ മാറ്റം ചെയ്തിട്ടുണ്ട്. അതെ, ബ്ലറാക്കിയിട്ടുണ്ട്, ചിലത് ട്രിം ചെയ്തിട്ടുണ്ട്, ചിലത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് ഉണ്ണിമൂന്നൻ്റെ സിനിമയാണല്ലോ എന്നുള്ള രീതിയിൽ ഒരുപാട് ഫാമിലീസൊക്കെ ഇത് കാണാൻ കാത്തിരിക്കുന്നുണ്ടാവാം. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവർ, ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അങ്ങ് കാണാൻ പോകും. അപ്പോൾ അവരൊക്കെ ശരിക്കും ഇതൊന്ന് കരുതിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ നേരത്തെ സാധനം തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക. പിന്നെ 18 വയസ്സായ കുട്ടികൾ, നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കുക. അല്ലേ? ഞങ്ങൾ 18 വയസ്സാകാത്തവർ, സോറി ഞാൻ ആയി എന്നല്ല പറഞ്ഞു, തെറ്റിപ്പോയതാ. എന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു സിനിമയാണ്. മാത്രമല്ല നമുക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ തന്നെ ഇത്രയും കൊടൂരമായ വയലൻസ് കാണിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, ഇതിലെ ക്രൂരത ഇത്രയും വലുതായിട്ട് ഈ സിനിമയിലാണെന്ന് തോന്നുന്നു കൂടുതൽ. അത് പറയുന്നതും റിപ്പോർട്ടുകളും ഒക്കെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതെ, നമ്മളൊരു വീഡിയോയിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ്. അതായത് ഞങ്ങൾ കേട്ടറിഞ്ഞൊരു സംഭവം, അത് ഒരിക്കലും സിനിമയിൽ ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ മാറ്റാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. അതായത് ഒരു കുട്ടിയോട് ചെയ്യുന്നൊരു ക്രൂരത. അതിന് എത്ര വലിയ വയലൻസ് സിനിമ കാണുന്ന ആളാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ കുട്ടികളോട് ചെയ്യുന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു അലിവൊക്കെ എന്താണെങ്കിലും ഉണ്ടാവും, കാണാൻ കഴിയില്ല. കാരണം മറ്റുള്ള രീതിയിലുള്ള വയലൻസ് അല്ല അത്. കുട്ടികളോടുള്ള വയലൻസ് അല്ലെങ്കിൽ അബ്യൂസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കണ്ടിരിക്കാൻ കഴിയില്ല. അത് നമുക്കിപ്പോൾ ഉദാഹരണം പറയാം, RDX സിനിമയിൽ ആ മാല പൊട്ടിക്കുന്ന സീനില്ലേ, ചെയിൻ പൊട്ടിക്കുന്ന സീൻ, ഭയങ്കരമായിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് വേദന തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയത് ശേഷം അത് സംഭവിക്കുമ്പോൾ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം സിനിമയിൽ ഈ ഒരു സീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് കാണുമ്പം കാണുന്ന പ്രേക്ഷകന് തന്നെ തോന്നും അത് ചെയ്തവനെ ഇതിന്റെ അപ്പുറം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സാധനം തോന്നും. മെയിൻ സാധനം തന്നെ അതായിരിക്കും. അതെന്തായാലും ഒഴിച്ചു കൂടാനാവാത്ത സീനാണ്. റീപ്ലേസ്മെന്റ് ഇല്ല ശരിക്കും. അതൊക്കെ ബ്ലർ ചെയ്തിരിക്കണം. എന്താണെങ്കിലും നമുക്ക് റിപ്പോർട്ടിലേക്ക് പോവാം. റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതിന് മുൻപ് ഇതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒഫീഷ്യലായിട്ട് ഇത് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് കൊടൂര പോസ്റ്റർ. എപ്പോഴും ഇത് തന്നെയാണ് പറയാനുള്ളത്. ക്ലീഷയായി മാറിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, മാർക്കോ സിനിമേന്റെ ഒരു പോസ്റ്റർ വരികയെന്ന് പറഞ്ഞാൽ അതിനകത്ത് മോശം അയ്യേന്ന് പറയേണ്ട ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, എല്ലാം ഭീകര ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ പക്ക ക്ലീശയായി, ഭീകരം, കൊടൂരം, ഇതൊക്കെ ക്ലീശയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് റിപ്പോർട്ട് നോക്കാം. ഓക്കെ, ഫിലിം നെയിം മാർക്കോ. മലയാള സിനിമയാണ്. നീ എങ്ങനെയായിരുന്നു കരുതിയിരുന്നത്? ആണല്ലേ. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, 144 മിനിറ്റും 48 സെക്കൻഡും. അതായത് 2 മണിക്കൂറും 24 മിനിറ്റും 28 സെക്കൻഡും. കറക്റ്റ് ഡ്യൂറേഷൻ. ഓക്കെ, എന്താണെങ്കിലും ഇത് നല്ലതാണെങ്കിൽ, അതായത് സിനിമ വളരെ ഇൻട്രസ്റ്റിംഗിലാണ് പോകുന്നതെങ്കിൽ ഇത് കുറഞ്ഞ സമയമാണ്. ഇനി കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാം ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലാണ് പോകുന്നതെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ വേണം. സത്യം, ഏത് രീതിയിലായിരിക്കും ഇതിലൊക്കെ 1 മണിക്കൂർ അല്ല 2 മണിക്കൂർ ഇല്ല, തികച്ചില്ല. പക്ഷെ അത് തീർന്നു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ വരും ആ സിനിമ കഴിയുമ്പോൾ. ഏതാണെങ്കിലും മാർക്കോയിലേക്ക് വരുമ്പോൾ മാർക്കോന്റെ കട്ട് ചെയ്തിരിക്കുന്നത് 7 മിനിറ്റും 29 സെക്കൻഡും സാധനമാണ് ട്രിം ചെയ്തിട്ടുള്ള. അതായത് ടീമല്ല, ഇത് സെൻസർ കഴിഞ്ഞതിന് ശേഷം സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഡ്യൂറേഷൻ ആണ്. 7 മിനിറ്റും 29 സെക്കൻഡും. ഈ സ്ഥാനത്ത് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് 8 മിനിറ്റും 20 സെക്കൻഡും. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് 8 മിനിറ്റിന്റെ ഡ്യൂറേഷനിൽ റീപ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. 7 മിനിറ്റ് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഓരോന്ന് വായിക്കാം. അതായത് ഫസ്റ്റ് സംഭവം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സാധനമാണ്. അതായത് ഒരു കുട്ടീനെ
സിലിണ്ടർ കൊണ്ട് തലയ്ക്ക് അടിക്കുന്ന ഒരു സീനുണ്ട്. ആ സംഭവം അവർ ട്രിം ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, റെഡ്യൂസ് ചെയ്തിരിക്കുന്ന 70% ആ ഒരു സീന്. അതിന് പകരം വേറെ വിഷ്വൽ അവിടെ അവര് സബ്മിറ്റ് ചെയ്ത, അതായത് സിനിമയിൽ ഉണ്ടായിരുന്ന ഇതിന്റെ 70% റെഡ്യൂസ് ചെയ്തു. യെസ്, പിന്നെ റീപ്ലേസ് ചെയ്തു. അതെ, അതാണ് ഫസ്റ്റത്തെ കണ്ടന്റ് തന്നെ. അതാണ് കുട്ടികളെ നമ്മളെപ്പോഴും പറഞ്ഞ സാധനമാണ്. നമ്മളിപ്പോ കേട്ടത് സത്യം തന്നെയാണ്. ഓ തീർച്ചയായും. അതായത് നമ്മൾ കേട്ടിരുന്ന സംഭവം ഇതാണ്: ഒരു നവജാത ശിശു, അതായത് ഒരു ഗർഭിണിയുടെ വയറ് കീറിയിട്ട് കുട്ടിയെ വലിച്ചെടുക്കും, എന്നിട്ട് ഈ കുട്ടിയെ തലക്കടിച്ച് കൊല്ലും. ഇപ്പൊ പറഞ്ഞുതരാം. ഈ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞില്ലേ, ഹാങ് ചെയ്ത് കൊണ്ടുപോണ അടുത്ത സംഭവം അതാണ്. കുട്ടീനെ ഹാങ് ചെയ്ത് കൊണ്ടുപോണ ആ സീന് കട്ട് ചെയ്തിട്ടുണ്ട്, ട്രിം ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആശ്വാസം. അതും എത്ര മിനിറ്റ് ആണ്? 14 സെക്കൻഡാണ് ട്രിം ചെയ്തിരിക്കുന്നത്, ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ കണ്ണും വേണ്ടി ഇത് മിക്കവാറും ഞാൻ കണ്ണടച്ചായിരിക്കും മൊത്തം ഇരിക്കുന്നത്. നേരം കണ്ണ് തുറന്ന് കാണുന്നുള്ള ഞാൻ ഇവൻ മിക്കവാറും സിനിമ ആയിരിക്കുമല്ലോ കാണും. ഇവൻ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. എന്താണെങ്കിലും ഈ സീന് 14 സെക്കൻഡ് ഡിലീറ്റ് ചെയ്തിട്ട് 13 സെക്കൻഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ടോർച്ചറിങ് പ്രഗ്നന്റ് ലേഡി. ഇതൊക്കെ ഈ ഒരു ഒരൊറ്റ ഇതിൽ വരുന്ന സംഭവങ്ങളാണ്. ഇത് ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് ആ സ്ത്രീയുടെ മുഖത്തിലേക്ക് ബ്ലഡ് വീഴുന്നതും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അത് 17 സെക്കൻഡ് ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ സീന്. അത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ചിലത് ഒരിക്കലും ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, സർട്ടിഫിക്കറ്റ് അല്ലേ, അപ്പോൾ എന്തും എല്ലാം അതേപോലെ കാണിച്ചുകൂടെയെന്ന്. ഇതിനൊക്കെ ഒരു രീതിയുണ്ട്, ഇതിനൊക്കെ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഒരിക്കലും പറ്റില്ല എന്ന് തോന്നിയ സാധനം ഇതുവരെ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. എത്ര സിനിമ ബാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും, അതാണ് സത്യം. ഇതൊന്നും തെറ്റു വരാൻ പറ്റില്ല. ഇതിനകത്ത് കൂടുതലും ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടികൾക്കെതിരെയുള്ള സാധനമാണ് കേട്ടോ. കുട്ടികൾക്കെതിരെയുള്ള ഭയങ്കരമായിട്ട് അടുത്ത പോയിന്റും അത് തന്നെയാണ്. കുട്ടികൾക്ക് നമുക്കറിയാം, മാർക്കോ സിനിമയിൽ ഒരുപാട് കുട്ടികളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു മാർക്കോ സിനിമയിൽ കുട്ടികളെ. ഈ കുട്ടികളുടെ ഒക്കത്തിനും ചിലപ്പോൾ സീനുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം ഇതിന് ഒരുപാട് സീനുകൾ കട്ട് ചെയ്യേണ്ടി വരുന്നത്, കുട്ടികളുടെ സീനുകൾ. അതാ പറഞ്ഞ അടുത്തതും അത് തന്നെയാണ്. ചൈൽഡ് ഇതെന്ന് പറഞ്ഞിട്ട് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ഉള്ളത് ടുബാക്കോ, അതായത് സിഗരറ്റ് വലിക്കുന്നതും മറ്റേ വായിലിട്ട് ചാവിക്കുന്നതും. അത് ഓൾറെഡി എല്ലാ ഇതിനകത്തും കാണിക്കുന്നു. അതെ, അതല്ല ഈ കുട്ടികളുടെ വേറെ സംഭവത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതായത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും പാരന്റ്സിന്റെ സമ്മതപത്രം വേണം എന്നുള്ളത്. അതായത് ഈ സാധനത്തിന് അത്ര വേറെ ഒന്നും ഈ സിനിമ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഡീറ്റെയിലിംഗ് വേണം. പിന്നെ പൊതുവെ ഉള്ളതാണ്, സിനിമക്കും ഉണ്ട്. അതായത് ഒന്ന് കുട്ടികൾക്ക്, പിന്നെ മറ്റു അഭിനേതാക്കൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അത് ഇങ്ങനെയുള്ള സിനിമകളിൽ കേട്ടോ. പിന്നെ ഈ മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് ഇതിലൊന്നും അത് പ്രത്യേകം കാണിക്കാൻ പാടില്ല. അതിനകത്തുണ്ട് മൃഗങ്ങളുടെ എല്ലാം മറ്റേ CGI ആയിരിക്കണം എന്നുള്ളത്. ഇപ്പൊ കങ്കുവ സിനിമയില് മുതലയുടെ ഒരു കൂടുതലൊരു സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ CGI എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അത് എന്തിനാ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് CGI ആണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒറിജിനൽ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിന്റെ മാനദണ്ഡം വെച്ചിട്ട് അവിടെ എഴുതി കാണിക്കലും നിർബന്ധമായിരിക്കും. അപ്പൊ ഇതിലൊക്കെ ഉണ്ടാവും സെൻസറിങ്ങിന്റെ, അവര് സെൻസർ ബോർഡ് കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പാലിച്ചാൽ മാത്രമേ സിനിമ ഇറങ്ങുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇതുവരെ മലയാള സിനിമയില് നമ്മൾ കേൾക്കാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. കുട്ടികളെ ഒഴിവാക്കി പോകുന്നതും അങ്ങനെ മലയാളം ഇന്ത്യൻ സിനിമയിൽ തന്നെ സത്യമായിട്ടും ഇങ്ങനെയുള്ളത് ഏതിലുള്ളത് ഇല്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള ഇപ്പൊ കില്ലാണ് ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള സിനിമ വന്നത്. കില്ലാണ്. ആ കില്ല് സിനിമയിൽ ഇങ്ങനെ ഒരു സീനൊന്നും ഇല്ല. അതില് കുറച്ച് തല ചമ്മന്തിയാക്കുന്നതും വെട്ടിക്കീറുന്നതും അങ്ങനെയൊക്കെയുള്ള ഉള്ളൂ. ഇത് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഇത് ഒരു ഫാമിലി, അത് ഫാമിലിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ആ ഫാമിലിയിൽ എന്ത് സംഭവിക്കണോ അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ. അപ്പം എന്താ പറയാ, ഈ സാധനത്തിനകത്തൊക്കെ
ഇത് സത്യമായിട്ടും പറയാണ്, ഇത്രയും വലിയ വയലൻസ് ഒരു സിനിമ വരുമ്പോൾ ഇതിന് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന സാധനം തന്നെയാണ്, ഇതിന് കറക്റ്റ് കണക്ഷനും കൂടി ഉണ്ടെങ്കിൽ അതെ വേറെ ലെവലായിരിക്കും. നമ്മളെ ഭയങ്കരമായിട്ടേ ഇത് നമ്മൾ പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. അതെ, അങ്ങനെ പേഴ്സണലായിട്ട് വരാൻ തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെടുത്തിയത്. അത് പേഴ്സണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ സമയത്ത് നമുക്ക് കണ്ണടക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ണടക്കൂല കേട്ടോ, കണ്ണ് തുറന്നിരുന്ന് കാണും. പിന്നെ എനിക്ക് ദേഷ്യമായിരിക്കും. ദേഷ്യത്തിന് മുമ്പാണ് ഈ പരിപാടി മൊത്തം. അതാണ് പ്രശ്നം. വിഷയം അതിലേക്ക് വരാനാണ് ഈ സാധനം. അതാണ് സങ്കടം. അതാണ് സങ്കടം. എന്താണെങ്കിലും 20-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 20-ാം തീയതി സിനിമ കാണട്ടെ. അതെ, പൊളിക്കാം നമുക്ക്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.